ഞാനും എങ്ങനെയെങ്കിലും ഇതൊക്കെ ബാലുചേട്ടനോട് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലികൾക്കിടയിൽ നീ പറഞ്ഞ പോലെ പ്രശ്നമുണ്ടാകുമോ എന്നൊരു പേടി. അച്ഛനോട് പറയണമെന്ന് തോന്നിയാലും ധൈര്യം വരുന്നില്ല. ബാലുചേട്ടൻ അത്രയും അടുത്തിടപഴകാത്തത് കൊണ്ട് തന്നെ പിന്നെയും ഇതേക്കുറിച്ച് സംസാരിക്കാനും എനിക്ക് കഴിയുന്നില്ല. ഇനി പുതിയ സ്കൂളിലേക്ക് പോയാൽ ബാലുചേട്ടൻ എന്നോട് സംസാരിക്കാൻ വരുമോ എന്നൊരു ടെൻഷൻ. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് എനിക്ക് എന്നെ സമാധാനമില്ല. അപ്പോഴാണ് ഇവരിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ? ശരിക്കും എനിക്ക് സങ്കടം വരുന്നു. അമ്മുന്റെ കണ്ണ് നിറഞ്ഞു. നീ ഇമോഷണൽ ആവാതെ അതുകൊണ്ടൊന്നും തന്നെ ഒരു കാര്യവുമില്ല. നിനക്ക് ബാലുചേട്ടനോട് എല്ലാം തുറന്നു പറയണമെന്ന് തോന്നൽ വരും. പക്ഷെ ഇപ്പോൾ തന്നെ പറയണ്ട. നിന്റെ സ്വപ്നത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ ബാലുചേട്ടൻ എത്രത്തോളം മനസ്സിലാക്കും? ഈ ഒരു കാരണം കൊണ്ടൊന്നും ചേട്ടൻ നിന്നെ വേണ്ടെന്ന് വെക്കില്ല. ചിലപ്പോൾ ഇതെല്ലാം നിന്റെ കുട്ടി മനസ്സിലെ ഒരു തമാശയെന്നോ അല്ലെങ്കിൽ ഒരു തോന്നലെന്നോ കരുതി നിന്നോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചേക്കും. പക്ഷെ നീ നിനക്ക് ശരിക്കും ഇഷ്ടമുള്ള ആളെ കണ്ടുപിടിച്ചാൽ നിനക്ക് തുറന്നു പറയാൻ പറ്റും, എനിക്ക് മറ്റൊരാളുണ്ടെന്ന്. ഇതൊക്കെ എന്നാ നടക്കാനാധു? അതുവരെ ഇവരൊക്കെ പറയുന്നത് ഞാൻ കേൾക്കണോ? അജു ചേട്ടനൊക്കെ അറിയാം, അതുപോലെ ആർക്കൊക്കെ അറിയുന്നുണ്ടാകും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, സ്കൂൾ തുറക്കുന്നതിന് മുന്നേ കാര്യങ്ങളെല്ലാം ബാലുചേട്ടനോട് തുറന്നു പറയാൻ. അല്ലെങ്കിൽ പുതിയ സ്കൂളിലും ഇതൊക്കെ അറിയും. എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം.